ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ മെസ്സേജ് ഗുഡ്നസ് ടി വിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യാനായിട്ട് തൃശ്ശൂർ പുത്തൻപള്ളി ബസിലിക്കയിൽ ഞാൻ വന്നപ്പോൾ ഞാനൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ എന്നെ കണ്ടപ്പോൾ എന്നെ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞു, പിതാവിനെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട്, ഞാൻ പള്ളി പ്രാർത്ഥിക്കാൻ വന്നതാണ്, പിതാവ് എന്താ വല്ല വിശേഷമുണ്ടോ ഇന്ന് വന്നതിന്? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ക്രിസ്മസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാനായിട്ട് വന്നതാണ്, ഞാൻ പുത്തമ്പള്ളിയിലേക്ക് അതിന് പോവുകയാണ്. പിതാവേ, ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പിതാവിനോട് ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹമുണ്ട്. ഇടം കൊടുക്കുന്നതാണ് ക്രിസ്മസ്. പിതാവ് അത് പറയണം. ഞാൻ പറഞ്ഞു, അത് പറയണം പിതാവേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 30 സെൻറ്റ് സ്ഥലമുണ്ട്, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, എനിക്ക് വേറെ വലിയ സാമ്പത്തികമൊന്നുമില്ല, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഞാൻ 2 കുഞ്ഞു വീടുകൾ എൻ്റെ പറമ്പിൽ പണിതിട്ടിട്ടുണ്ട്. ഞാൻ വിൽക്കാൻ വേണ്ടി പണിതതല്ല. ആർക്കെങ്കിലും വീടില്ലാത്തവർക്ക് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം. ഞാൻ അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ല, അവരെനിക്കൊന്നും തരണ്ട, അവർക്കൊരു വീട് കണ്ടെത്തുന്നത് വരെ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം. ഞാൻ ചോദിച്ചു, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? പിതാവേ, ഇടം കൊടുക്കുന്നതാണ് ക്രിസ്മസ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷത്തിലെ ക്രിസ്മസിലെ മറിയത്തിന് സംഭവിച്ചത് എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പിതാവേ? എന്താണ്? സത്രങ്ങളിലെ ഇടം കിട്ടാകിയാൽ അവസാനം മറിയം ഗതി കെട്ടിട്ട് അവൾക്ക് പ്രസവവേദനയായി യൗസേപ്പ് പിതാവ് വഴിമുട്ടിയപ്പോൾ കാലികളുടെ സങ്കേതമായ പുൽത്തൊഴുത്തിലെ മറിയത്തെ കൊണ്ടുചെന്നു. അവിടെ ഒന്ന് വൃത്തിയാക്കി തുണി വിരിച്ചിട്ടുണ്ടാകണം. മറിയ അവിടെയാണ് ഈശോയെ പ്രസവിച്ചത്. ഇടം കൊടുക്കുന്നതാണ് ക്രിസ്മസ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്മസിലേക്ക് ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒക്കെ നടത്തുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, ഇടം കൊടുക്കാതെ നമ്മൾ എന്തൊക്കെ ആഘോഷങ്ങൾ നടത്തിയാലും അതൊന്നും ക്രിസ്മസിലേക്ക് നമ്മളെ നയിക്കുകയില്ല. എന്താണ് ഇടം കൊടുക്കുക? ഇടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സങ്കടങ്ങളിലെ, മനുഷ്യൻ്റെ സംഘർഷങ്ങളിലെ അവർക്ക് കരം കൊടുക്കുന്നതാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം ഗബ്രിയേൽ മാലാഖയോട് ആദ്യം ഒന്ന് തർക്കിച്ചു. ഞാൻ പുരുഷനെ അറിയില്ല, പുരുഷനെ അറിയാതെ എങ്ങനെ ഞാൻ ഗർഭവതിയാകുക? ഇത് നടക്കാൻ പോകുന്ന കാര്യമാണോ? അപ്പം മാലാഖ അവളോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങണം. മറിയം കീഴടങ്ങി. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ കീഴടങ്ങിയതാണ് ഇടം കൊടുത്തത്. മറിയം കീഴടങ്ങിയപ്പോഴും മറിയത്തിൻ്റെ ഗർഭത്തിലെ പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് ബീജാഭാവം ചെയ്തു. ക്രിസ്മസിന് തൊട്ട് മുൻപ് നമ്മൾ പുൽക്കൂടുണ്ടാക്കും. പുൽക്കൂടുകളുടെ പ്രളയമാണിപ്പോൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ഇടം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതീകമാണ് പുൽക്കൂടുകൾ. ഈശോയെ പ്രസവിക്കാൻ മറിയത്തിന് ഇടം കിട്ടാത്തത് കൊണ്ട് കാലികളുടെ സങ്കേതമായ പുൽത്തൊഴുത്തിലേക്ക് മറിയം യൗസേപ്പിനാൽ നയിക്കപ്പെട്ടു. അവിടെയാണ് ഇടം കണ്ടെത്തിയത്. ക്രിസ്മസ് ഡിസംബർ 25 മാത്രം ആഘോഷിക്കുന്ന ഒരു തിരുനാളായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ക്രിസ്മസ് ഞാനും നിങ്ങളും എടുക്കുന്ന
ഒരു മനോഭാവമാണ്. എവിടെയാണോ നിങ്ങൾ ഇടം കൊടുക്കുന്നത്, എവിടെയാണോ നിങ്ങൾ കരം കൊടുക്കുന്നത്, അവിടെയൊക്കെ ക്രിസ്മസ് ഉണ്ട്. ക്രിസ്മസ് അതാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ അനാഥശാലകളിലേക്ക് വിളിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലും അനാഥശാലയിലെ അന്തേവാസികളെ ഈ വിരുന്നിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ വിളിച്ചെടുത്തോളം ആളുകൾ വന്നില്ല. നിങ്ങൾക്ക് വിളിച്ച ആളുകൾ ആവശ്യത്തിന് കഴിച്ചില്ല. അവർക്ക് 2-3 സൽക്കാരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി വന്നത്, ഞാൻ ആ ബാക്കി വന്നതിന് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടാത്തത് അത് വേറെ ആൾക്ക് കൊടുക്കുന്നത് വലിയ ഔദാര്യമായിട്ട് നിങ്ങൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരു വിരുന്നൊരുക്കുമ്പോൾ, നിങ്ങൾ ഒരു സദ്യ ഒരുക്കുമ്പോൾ മുൻകൂട്ടി ഭക്ഷണം ആവശ്യമുള്ളവരെ, ഭക്ഷണത്തിന് വലയുന്നവരെ കണ്ടുമുട്ടാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു എക്സ്ട്രാ മൈലുണ്ടല്ലോ, ആ എക്സ്ട്രാ മൈലിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്മസ്. അതാണ് ക്രിസ്മസ്. മറിയത്തിന് ഇടം കിട്ടായികയാൽ അവൾ കാലികളുടെ സങ്കേതമായ പുൽത്തൊഴുത്തിൽ ഈശോയെ പ്രസവിച്ചു. ഇന്ന് ഒരുപാട് അമ്മമാരെ ഈശോയെ പ്രസവിക്കാൻ ഇടവില്ലാത്തവരുണ്ട്. ഒരുപാട് രോഗികളുണ്ട്. ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നവരുണ്ട്. ഒരുപാട് പേര് ജീവിതത്തിന് വസ്ത്രം പോലും ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളൊക്കെ മനുഷ്യരെ നമ്മൾ ഇടം കൊടുക്കാൻ, കരം കൊടുക്കാൻ കാണിക്കുന്ന ആ വലിയ ഔദാര്യം ഉണ്ടല്ലോ, അതാണ് ക്രിസ്മസ്. ഞാൻ ഹൈദരാബാദിൽ, നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ടൗണിൽ തന്നെ ഒരു അനാഥശാലയുണ്ട്, അൽഫോൺസ കരുണാലയം. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ധാരാളം പേര് കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവിടെ വരാറുണ്ട്. കാലത്ത് വരും, അമ്പലത്തിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞിട്ട് കാലത്ത് വരും. എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ രോഗികളെ കുളിപ്പിക്കാൻ അവരെ സഹായിക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കും. അവിടെ കൂടി ഇരുന്ന് കഴിക്കും. എന്നിട്ട് രാത്രിയിൽ വീട്ടിൽ അവരെ ബർത്ത്ഡേ ആഘോഷിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ഒപ്പത്തിന് നിൽക്കാവുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നടത്തുന്ന ആഘോഷമാണ് ബർത്ത്ഡേ. നമ്മുടെ ഒപ്പം നിൽക്കാവുന്ന ആളുകളെ വിളിച്ച് സൽക്കരിക്കുന്നതാണ് കല്യാണ വിരുന്ന്. ഇതൊന്നും വേണ്ട എന്നുള്ളൊരു അർത്ഥത്തിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ ഒരു വിരുന്നൊരുക്കുമ്പോൾ, നമ്മളൊരു വീടൊരുക്കുമ്പോൾ, നമ്മൾ ഒരു ആഘോഷം ഒരുക്കുമ്പോൾ അതിന് അർഹതയില്ലാത്ത, അതിന് ആവശ്യമുണ്ടെങ്കിലും സാധ്യതയില്ലാത്ത ആ ആളുകളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ്, ആ കഴിവാണ് ക്രിസ്മസിൽ നമുക്ക് വേണ്ടത്. ഇടം കൊടുക്കാനുള്ള ഒരു കഴിവ്. മത്തായിയുടെ സുവിശേഷത്തിലെ അന്ത്യവിധിയിലെ ഈശോ ഇടതും വലതുമായിട്ട് തിരിക്കുന്നുണ്ട്. ആ തിരിക്കുന്നത് ആവശ്യം കണ്ട് കരം കൊടുത്തവരാണ് വലതുവശത്ത്, ആവശ്യം കൊണ്ട് കരം കൊടുക്കാത്തവരാണ് ഇടതുവശത്ത്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എനിക്ക് സഹവാസം തന്നു. നിങ്ങൾ ചെയ്തത് മനുഷ്യർക്കാണെങ്കിലും അതെല്ലാം എനിക്ക് നിങ്ങൾ ചെയ്തതുപോലെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ക്രിസ്മസിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇടം കൊടുക്കാനും കരം കൊടുക്കാനും നമ്മൾ കാണിക്കുന്ന എക്സ്ട്രാ മൈല്. മറിയം മംഗളവാർത്ത സ്വീകരിച്ചിട്ട് എന്താ ചെയ്തത്? മറിയം മംഗളവാർത്ത സ്വീകരിച്ചിട്ട് ഇപ്രകാരമാണ് സുവിശേഷം പറയുന്നത്. അവൾ തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്തു. എന്നിട്ട് എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവളുടെ കൂടെ 3 മാസം താമസിച്ചു. എലിസബത്തിനെ യോഹന്നാൻ ഗർഭത്തിൽ അവതീർണനായപ്പോഴാണ് മറിയം
മംഗളവാർത്ത സ്വീകരിക്കുന്നത്. 6-ാം മാസം എന്ന് പറയുന്നുണ്ട്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ മുൻപിലെ എഴുന്നള്ളി. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ യേശുവിൻ്റെ അമ്മയാകണം. അവൾ ചോദിച്ചു, എന്ത് അടയാളമാണ്? നിന്റെ ഇളയമ്മ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. മംഗളവാർത്ത സ്വീകരിച്ച മറിയം കീഴടങ്ങിയത് എങ്ങനെയാ? ഇതാ കർത്താവിൻ്റെ ദാസ്, നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. എന്നിട്ട് അടുത്ത വാചകം എന്താണ്? അവള് തിടുക്കത്തിൽ ആവേശത്തോടുകൂടെ അവള് മലമ്പ്രദേശങ്ങളിൽ ചവിട്ടിക്കയറി. എന്നിട്ട് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു. എലിസബത്തിൻ്റെ കൂടെ 3 മാസം താമസിച്ചു. 6 + 3 9. സ്നാപക യോഹന്നാൻ്റെ ജനനം കഴിഞ്ഞ് അമ്മയെ ശുശ്രൂഷിച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ക്രിസ്മസ് ഒരാഘോഷമല്ല, ഒരാർഭാടമല്ല. ക്രിസ്മസ് എൻ്റെയും നിങ്ങളുടെയും മനോഭാവത്തിലുള്ള ഒരു വലിയ വകതിരിവാണ്. ഞാനും നിങ്ങളൊക്കെ മനോഭാവത്തിൽ കാണിക്കുന്ന ഒരു വിവേകമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കി ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുണ്ടാക്കുന്ന ക്രിസ്മസ് കൂടുകൾ കൂട്ടി വെച്ചാലേ തലചായ്ക്കാൻ ഇടമില്ലാത്ത പലർക്കും ഇടം കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഉണ്ണീശോയെ ഉടുപ്പിക്കുന്ന തുണിയുണ്ടെങ്കിലേ പല കുടുംബങ്ങളിലും കുട്ടികളുടെ യൂണിഫോമിന് വകുപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രതീകങ്ങൾ സൂചിപ്പിക്കുന്ന സത്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാറില്ല. അതുകൊണ്ട് ഈ കൊല്ലത്തെ ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ കാണിക്കുന്ന പ്രതീകങ്ങൾ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. വിശക്കുന്ന ഒരു ധാരാളമുള്ളൊരു നാടാണ് നമ്മുടേത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ധാരാളം പേര് ഇവിടെയുണ്ട്. അവരെയൊക്കെ ഓർക്കാൻ, അവർക്കൊക്കെ കരം കൊടുക്കാൻ, അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്മസിന് അർത്ഥം ഉണ്ടാകുന്നത്. മംഗളവാർത്തയ്ക്ക് ഒരു ചക്രവാളം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഈ ക്രിസ്മസിന് എനിക്ക് പങ്കുവയ്ക്കാനുള്ള വലിയ സന്ദേശം, നമുക്ക് മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുന്ന, കരം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് നല്ല സമറായക്കാരൻ്റെ വഴി തുറക്കുന്ന ക്രിസ്മസിൻ്റെ പ്രതീകങ്ങളാകാൻ കഴിയട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഓരോ ഇടവകയും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടില്ലാത്തവരത്തിന് വീട് പണിത് കൊടുക്കാൻ പറ്റും. കല്യാണപ്രായമായിട്ട് പണമില്ലാത്തതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹത്തിനാവശ്യമായിട്ടുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുന്നവരാകാം. രോഗികളായിട്ട് മരുന്ന് വാങ്ങിക്കാൻ, ആസ്പത്രിയിൽ പോകാൻ, യാത്ര ചെയ്യാൻ സാധിക്കാതെ നരകിച്ച് മരണത്തോട് മല്ലടിക്കുന്നവർക്ക് നമുക്ക് ഇടം കൊടുക്കാം. നമ്മൾ കേട്ടിട്ടുള്ള വലിയൊരു കഥയുണ്ട്, ധനവാന്റെയും ലാസറിൻ്റെയും കഥ. അതൊരു പക്ഷേ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. ധനവാൻ നരകത്തെ കിടന്നിട്ട് സങ്കടപ്പെടുമ്പോഴും സഹിക്കുമ്പോഴൊക്കെ മുന്നോട്ട് നോക്കിയപ്പോൾ ലാസറിനെ കണ്ടു. ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ കണ്ടു. ധനവാൻ പറഞ്ഞു, ഇത് എനിക്കറിയായിരുന്നുവെങ്കിൽ ഞാനിതുപോലെ ജീവിച്ചേനെ. ഞാനേതായാലും ഗതികെട്ട സ്ഥലത്ത് വന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരാഗ്രഹമുണ്ട്, ലാസറിനെ തിരിച്ച് നാട്ടിലേക്ക് വിടണം. ലാസർ ചെന്നിട്ട് നാട്ടിലുള്ള എല്ലാവരോടും എൻ്റെ ഗതികേട് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ എന്നേക്കാൾ മോശമായിട്ട് ജീവിക്കുന്നവർ ഈ സഹനത്തിൻ്റെ സ്ഥലത്ത് വരാതിരിക്കാൻ അവർ മാനസാന്തരപ്പെടും. അതുകൊണ്ട് നീ ലാസറിനെ അവരുടെ പക്കലേക്ക് അയക്കണം. അവരെ മാനസാന്തരപ്പെടാൻ ലാസറിൻ്റെ മടങ്ങി വരവ് കാരണമാക്കും.
അബ്രഹാം എന്താ മറുപടി പറയുന്നറിയാമോ? അവിടെ അവർക്ക് പ്രവാചകന്മാരുണ്ട്, അവിടെ അവർക്ക് ഉപദേശം കൊടുക്കാൻ സാധ്യതകളുണ്ട്. അവർ പറയുന്നൊന്നും കേട്ടിട്ട് അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് തിരിച്ചു ചെന്നാലും അവർ വിശ്വസിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പറക്കട്ടെ, ഹൃദയങ്ങൾക്ക് അന്തരമുണ്ടാകട്ടെ. നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേര് അവശതയിലും സഹനങ്ങളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലൊക്കെ കഴിയുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അവരിലേക്കൊക്കെ എത്തിപ്പെടാൻ നല്ല സമറായക്കാരാകാൻ നമുക്ക് കഴിയട്ടെ. ക്രിസ്മസ് കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട്. അബ്രഹാം പറഞ്ഞ വാക്കുകൾ ധനവാനോട്, അവർക്കവിടെ പ്രവാചകന്മാരുണ്ട്, അവർക്കവിടെ നിയമജ്ഞന്മാരുണ്ട്, അവർക്കവിടെ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ അവർ പ്രയോജനപ്പെടുത്താൻ കാരണമാകട്ടെ. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് വെറും ചെണ്ട കൊട്ടും ക്രിസ്മസ് പപ്പയും ബോണ്ണത്താലിയും ഒക്കെ മാത്രമായിട്ട് തീരാതിരിക്കട്ടെ. ക്രിസ്മസ് ഒരു മനസ്സിൻ്റെ അന്തരമാണ്. എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ സാഹചര്യങ്ങളിലെ ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കുമ്പോൾ ഞാൻ പണിയുന്ന പുൽക്കൂടിനേക്കാൾ അർത്ഥവത്താണ് എൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പുൽക്കൂട്. ഞാൻ ഇടം കൊടുക്കുന്ന പുൽക്കൂട്. ഞാൻ ആരംഭിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു പാവം എന്നോട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പറമ്പിൽ 2 കുഞ്ഞു വീട് പണിതിട്ടുണ്ട്, ഒരു സൗകര്യമൊന്നുമില്ല, പക്ഷെ ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് താമസിക്കാം, സ്ഥിരമായിട്ടല്ല, അവനൊരു വീട് കണ്ടെത്തുന്നത് വരെ ഞാൻ അവനൊരിക്കലും എതിർക്കാറില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഇടം കൊടുക്കുന്ന നല്ല സമറായക്കാരായിട്ട് മാറാം. നമ്മുടെ സമ്പത്ത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ കയ്യിൽ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവർക്ക് നമ്മുടെ ശുശ്രൂഷകൾ വഴി ബലം കൊടുക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിനെ ഒരുങ്ങാനായിട്ട് എടുക്കേണ്ട ഒരു നല്ല നിയോഗമുണ്ട്. എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ മനോഭാവങ്ങളിലെ, എൻ്റെ സാധ്യതകളിലെ, എൻ്റെ സമ്പത്തിലെ, എൻ്റെ ആരോഗ്യത്തിലെ, എൻ്റെ കഴിവുകളിലെ എല്ലായിടത്തും പുൽക്കൂടുണ്ടാകട്ടെ. എല്ലായിടത്തും ഈശോയ്ക്ക് ജനിക്കാൻ ഇടം കൊടുക്കുന്ന ഒരവസരം ഉണ്ടാകട്ടെ. മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തിലൂടെ യാത്ര ചെയ്ത് എലിസബത്തിനെ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷയുണ്ടല്ലോ, അത് മറിയം തൻ്റെ സാധ്യതകൾ, ആരോഗ്യം, തൻ്റെ സാന്നിധ്യം, തൻ്റെ കഴിവുകൾ, തൻ്റെ ഇളമയുടെ വാർദ്ധക്യ കാലത്ത് സ്നാപയോഹന്നാൻ്റെ ജന്മത്തിനെ അവൾ വെച്ച പുൽക്കൂടാണ്, അവൾ നൽകിയ സംഭാവനയാണ്. അതിന് നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ടാണ് സന്മനസ്സുള്ളവർക്ക് മാത്രമാണ് സമാധാനം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര മനോഹരമായിട്ട് അവിടെ പറയുന്നത്, സന്മനസ്സുള്ളവർക്ക് മാത്രമാണ് സമാധാനം. എന്നെ കാണുന്ന പലരും എന്നോട് പറയാറുണ്ട്, പിതാവൊന്ന് പ്രാർത്ഥിച്ചേക്കണം, വീട്ടിൽ സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, സമാധാനം ദൈവം കൊടുക്കുന്നത് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എൻ്റെ ജീവിതം ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു അടയാളമാക്കി ഞാൻ മാറ്റുമ്പോൾ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മഹത്വം കൊടുക്കാൻ, അത് സമ്പത്ത് കൊണ്ടായിരിക്കാം, ആരോഗ്യം കൊണ്ടായിരിക്കാം, എൻ്റെ അറിവ് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, ഞാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്മനസ്സുണ്ടല്ലോ, ആ സന്മനസ്സിന് ദൈവം നൽകുന്ന പ്രതിസമ്മാനമാണ് സമാധാനം. അതല്ലാതെ സമാധാനം ഞാനിങ്ങനെ പള്ളിയിൽ നേർച്ച കുറ്റിയിൽ കാശിട്ടാലോ, വീട്ടിൽ പുൽക്കൂടുണ്ടാക്കിയാലോ, നക്ഷത്രവിളക്ക് കിട്ടിയാലോ ഒന്നും കിട്ടില്ല. അതൊക്കെ അടയാളങ്ങളാണ്, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ അത് കിട്ടണമെങ്കിൽ എനിക്ക് വേണ്ടത് സന്മനസ്സാണ്. ഈ സന്മനസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്കുള്ള
എൻ്റെ തുറവിയാണ്. മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളിലേക്കുള്ള എൻ്റെ ഔദാര്യമാണ്. മറ്റുള്ളവൻ്റെ കണ്ണുനീരൊപ്പാൻ ഞാൻ കൊടുക്കുന്ന തുവാലയാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? കർത്താവിനെ വീണപ്പോൾ കർത്താവിൻ്റെ കുരിശ് താങ്ങാൻ ക്ഷമയും പോയി. കർത്താവിൻ്റെ മുഖം രക്തത്താലെ വിവർണമായപ്പോൾ അത് തുടയ്ക്കാൻ വെറോനിക്ക പോയി. അവരൊക്കെ ക്രിസ്മസിൻ്റെ അടയാളങ്ങളാ. ആ ക്രിസ്മസിൻ്റെ അടയാളങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പകർത്താനായിട്ട് 2023 ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾ വേണം. പക്ഷെ ആഘോഷങ്ങൾ അർത്ഥവത്താകണമെങ്കിലേ ആഘോഷങ്ങളുടെ പിറകിലെ നമുക്കൊരു സന്മനസ്സുണ്ടാകണം. നമുക്ക് സഹോദരങ്ങളോടുള്ള ഒരു വലിയ അടുപ്പമുണ്ടാകണം. അതുകൊണ്ട് സന്മനസ്സോടുകൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ക്രിസ്മസ് വെറും അടയാളങ്ങളും ആഘോഷങ്ങളും മാത്രമല്ല, അത് മാനസാന്തരത്തിൻ്റെയും മനസ്സിൻ്റെ മറ്റുള്ളവരോടുള്ള സന്മനസ്സിൻ്റെ ഒക്കെ അടയാളമായിട്ട് മാറുമ്പോൾ യു വിൽ ഹാവ് എ ഹാപ്പി ക്രിസ്മസ്, യു വിൽ ഹാവ് എ മെറി ക്രിസ്മസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടുകൂടെ ക്രിസ്മസിൻ്റെ സമാധാനവും സന്തോഷവും ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ആമേൻ.